അപ്പൊ നമ്മുടെ ആട്ടിൻകരള് വരട്ടിയത്, അതും പ്രത്യേകിച്ച് യാതൊരു മസാലയും ഇല്ലാത്ത ആട്ടിൻകരള് വരട്ടിയത് ഇതാ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പത്തിരിയുടെ കൂടെ അപ്പത്തിന്റെ കൂടെ നമ്മുടെ ചൂട് പൊറോട്ടയുടെ കൂടെയാണ് നല്ലത്, ചോറിന്റെ കൂടെയും ബെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് കുറച്ച് ആർഭാടമായിട്ടാണ് കേട്ടോ. ഇത്രയും എണ്ണയൊക്കെ എനിക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഒരു സമയത്ത് ഒരു തോന്നൽ വന്ന അപ്പൊ അത് ചെയ്യണം. ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ നല്ല കൊമ്പൻ വെണ്ടയ്ക്കാണെന്നറിയോ, ഇതൊരു ടേസ്റ്റ് ആണെന്നറിയോ. പയറും കോവയ്ക്ക വെണ്ടയ്ക്കയൊക്കെ നമ്മൾ വീട്ടിൽ 2 മൂട് വെച്ചിട്ട് ഇതുപോലെ ഒരു 5-6 കിട്ടിയാൽ മതി. ഇതുപോലെ ഒതുക്കി വെച്ചാണ്ടല്ലോ വേറൊരു സാധനം വേണ്ടാത്ത ചൂട് ചോറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതും കൂടെ മിക്സ് ചെയ്ത് തിന്ന ഓ ലെവല്. പിന്നെ ടേസ്റ്റാ. കൂടുതലും ഞാൻ എടുക്കുന്നത് മസാലയാണ് കേട്ടോ. മസാലയുടെ പാർട്ട് കുറച്ചധികം എടുക്കട്ടെ. ഇത് നമ്മുടെ മസാല മാത്രമാണ് കേട്ടോ. മസാല മാത്രം എടുത്ത് ചോറിൽ കുഴച്ച് ഒന്ന് തിന്ന് നോക്കട്ടെ. എനിക്കൊന്ന് കരളിനേക്കാളും എനിക്ക് ഇഷ്ടമാവും ഈ മസാലയാണെന്ന് എനിക്ക് ധാരണയുണ്ടാവും. കാരണം കരളിലെ എല്ലാ സത്തും ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി. നോർമലി ഒന്നിന്റെയും കരൾ എനിക്ക് ഇഷ്ടമില്ല, അത് തന്നെ എന്തൊന്നും നോട്ടെ കേട്ടോ. നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പൊ എല്ലാ മസാല എടുത്ത് ഞാനിങ്ങനെ ചോറിലേക്ക് ഇട്ട് കുഴച്ചു. നമ്മുടെ വെണ്ടയ്ക്ക ചേട്ടനെ ഒരു സൈഡിൽ വെച്ചു. അതിന് മുകളിലൊരു പീസ് കരളിങ്ങനെ വെച്ചു. കുറച്ച് ചോറ് ഇങ്ങനെ എടുത്തു. ഈ കറികളൊക്കെ പ്രത്യേകിച്ച് തിന്നുമ്പോഴേ തന്നെ തിന്നാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ചോറും ബാക്കി കറികളും എല്ലാം കൂടെ തിന്നുമ്പോൾ ഓക്കെയാണ്. ഇപ്പൊ ഡബിൾ സെറ്റ്. എന്ത് കറികളുടെയും ഹൈലൈറ്റ് കറിവേപ്പിലയാണ്, നിങ്ങൾക്ക് അറിയാലോ. ഈ കറിവേപ്പിലയും കൊണ്ടേ ഒരു സാധനം ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ, ഒരു സ്പെഷ്യൽ ചമ്മന്തി. ഉടനടി നമ്മുടെ ചാനലിൽ അത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. ഇതിനു മുമ്പേ ബീഫിന്റെ ലിവറും കൊണ്ട് നമ്മളൊരു കിഡിലൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. കിഡിലാണ് അത്. ഉണക്ക കാന്താരി മാത്രം ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മൾ നല്ല പച്ച കാന്താരി വെച്ച് ആടിന്റെ കരലും കൊണ്ടാണ് ഫ്രൈ ഉണ്ടാക്കി. കുരുമുളക് തിരിയൊക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ, പക്ഷെ ഈ റെസിപ്പിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പച്ചക്കാന്താരി പച്ചക്കുരുമുളകും തന്നെയാണ്. അതുകൊണ്ട് ഉള്ളയിൽ മൂത്ത തിരി കുറച്ചധികം ഞാൻ എടുക്കുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്, കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇതാ എണ്ണ ചൂടായി. നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് ചതച്ചത് അങ്ങോട്ട് ഇടുക. ഉപ്പിടുന്നില്ല. അപ്പൊ അതുപോലെ നന്നായിട്ട് തീ കൂട്ടി വെച്ചു, നന്നായിട്ട് വഴറ്റുകയാണ്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് 1/2 കിലോ തന്നെ ഉള്ളൂ കരള്. അപ്പൊ അതുകൊണ്ട് ഒരു വെളുത്തുള്ളിയുടെ ഒരു കുടത്തിന്റെ പകുതി വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചത്. ഇതൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇട്ടിട്ട് വഴറ്റാം. കളറൊക്കെ മാറി ഞാൻ കറിവേപ്പില ചേർക്കണം. സത്യത്തിൽ എന്താണെന്ന് അറിയോ, എണ്ണ വെച്ച് ചൂടായി ഉടനെ കറിവേപ്പില ചേർക്കണം. മറന്നു പോയതാണ് കേട്ടോ, നിങ്ങൾ ആദ്യം ചേർക്കണേ. കറിവേപ്പില ഇട്ടു. ഇനി നമ്മുടെ ഇഞ്ചി ഒരു പീസ്, വെളുത്തുള്ളി 1/2 കൂട തൊലിയോട് കൂടി ചതച്ചത്, കുരുമുളകും കാന്താരിയും അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഓക്കെ. ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സത്യം പറയണേ, നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എനിക്കൊരു ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുള്ള മസാല എല്ലാം കൂടി അങ്ങോട്ട് ചേർത്തിട്ട് എന്തിന്റെ ആണോ കരള് അല്ലെങ്കിൽ ആ കരളിന്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഇതിൽ നമ്മൾ ആകെ ഒരു അല്പം മഞ്ഞപ്പൊടിയും ലാസ്റ്റ് കുറച്ച് പെരിഞ്ജീരകപ്പൊടി, അല്ലാതെ ഒരു മസാലയും നമ്മൾ ഈ കരള് വരട്ടിയിൽ ചേർക്കുന്നില്ല. വരണ്ട ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേ തീരെ തന്നെ ഒന്ന് പച്ചമണം മാറുന്നവരെ എടുക്കാം. അപ്പൊ ഈ നമ്മൾ ഈ കരളൊക്കെ വൃത്തിയാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. കരള് നന്നായിട്ട് കഴുകിയെടുത്ത് മുറിച്ചതിന് ശേഷം വീണ്ടും കഴുകി വിനാഗിരി വെള്ളത്തില് 1 മണിക്കൂർ മുക്കി വെക്കണം. വിനാഗിരി വെള്ളം സാധാരണ വെള്ളം 1 മണിക്കൂർ അതിൽ കഴുകിയതിന് ശേഷം വീണ്ടും കഴുകി എടുത്താലാണ് കരള് വൃത്തിയാകുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊരു 3 അടി കുക്കറിൽ 3 അടി മതി, അതിൽ കൂടുതൽ അടിക്കണ്ട. ലിവർ വേവിച്ച വെള്ളവും ലിവറും കൂടെ ഒഴിക്കാണ്. അല്പം വെള്ളം കൂടി പോയിട്ടാ, കുഴപ്പമില്ല, നീൻ്റെ അത് കിടന്ന് വറ്റിക്കോളും. ഇതിനി ഫുള്ളി ചാറ് വറ്റി മസാലയായിട്ട് പുരണ്ട് ഒരു ഗ്രീനും യെല്ലോയും കൂടി ഒരു ഷെയ്ഡായിരിക്കും. ഇത്രയും വറ്റുമ്പോൾ തന്നെ ഞാൻ പെരിഞ്ജീരകപ്പൊടി ആഡ് ചെയ്യാനുണ്ട്. ഒരു അത്യാവശ്യം ഒരു നല്ല സ്പൂൺ ഇടുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെയും കൂടി ഒരു പച്ചമണ്ണം ഒന്ന് മാറി കിട്ടുമല്ലോ. ഒന്നും കൂടെ അങ്ങോട്ട് വരണ്ട് കുട്ടപ്പനാവട്ടെ. പെരിഞ്ജീരകപ്പൊടി ഇട്ടപ്പോൾ വേറെ നല്ലൊരു ഫ്ലേവർ വന്നു കേട്ടാ. ഇനി കുറച്ചും കൂടെ വറ്റണം. സംഭവം വെന്തിട്ടൊക്കെ ഉണ്ട്. അത് വറ്റി ഫുള്ളാവുന്നവർ ഇരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. മണം അടിച്ചിട്ട് എത്രയും കൊതി വരികയാണ്. അപ്പൊ ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. അതെ, ഒരു കാര്യം കണ്ടുപിടിച്ച്, ബീഫിന്റെ കരളിനും ആടിന്റെ കരളിനും ടേസ്റ്റ് ഒന്നും തന്നെയാട്ടോ. അങ്ങനെയാണോ? എനിക്ക് ഒരേ ടേസ്റ്റ് ഫീൽ ചെയ്യണം. മസാലയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷെ ഗുണത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ആടിന്റെ കരളാണ് നല്ല ഗുണമുള്ളത് കേട്ടോ. കിളുന്ത് കറിവേപ്പില അതാ ഇങ്ങനെ എടുത്തു. നന്നായിട്ട് ഞെരടി ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ
ഇട്ടു. കറിവേപ്പിലൊക്കെ കറി പോലെ ആയില്ലേ. ഇളക്കി മറിച്ചു. ഞാൻ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച്, ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്താണെന്നറിയോ? പച്ച വെളിച്ചെണ്ണ തൂളൻ. ഇനി ഒന്നും കൂടി ആ ഇളക്കി മറിച്ച് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ഒരു കമന്റ് ചെയ്യണം. എന്തെങ്കിലും റെസിപ്പിന് മാറ്റി വരുത്തണം തോന്നുവാണെങ്കിൽ അതും പറയണം. മാത്രമല്ല അടിപൊളി നാടൻ വീഡിയോസ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കണം. ഫോളോ ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചെയ്തേക്കണം. അപ്പൊ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം